ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ആരംഭിക്കാം കേട്ടോ. ഇത് സ്ഥലം എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഹൾ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെയുള്ളൊരു ബീച്ചാണിത് കേട്ടോ. ഡോർസിയ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഡോർസിയ പേരൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഡോർസിയ ഹബ്ബ്, ടൗൺ സെൻറ്റർ, ഹോർസിയ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കേട്ടോ സ്ഥലം. വരുമ്പോൾ തന്നെ നമ്മൾ ഈ റോഡിലൂടെ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെയാണ് കണ്ടോ. ജെൻസിനും ലേഡീസിനുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഒരു ബീച്ചിൽ കാണേണ്ടതായ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ബോട്ടിലോ ഒന്നും എവിടെയില്ല. ഭയങ്കര ക്ലീൻ ഏരിയ. തട്ടുകളായിട്ട് അവർ തിരിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ യു കെയിൽ. അപ്പോൾ കാര്യമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകളെത്തും. നമുക്കിതിൽ സ്റ്റെപ്പായിട്ട് ഇറങ്ങി താഴോട്ട് പോകാം കേട്ടോ. ഒത്തിരി വഴികളുണ്ട് താഴോട്ട് പോകാം. എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇത്ര ആക്റ്റീവ് ആവാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര സുന്ദരമായ ബീച്ചുകളാണ്. ആക്ടിവിറ്റീസ് ചെയ്യാം, ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. ഒത്തിരി നമ്മളൊരു ബീച്ചിൽ വരുന്ന പോലത്തെ എന്താ പറയുക, ചെറിയ കളിപ്പാട്ടങ്ങളും കപ്പലണ്ടി കടകളും പോലത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ കടകൾ, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ ഏരിയകൾ. എന്താ പാർക്കിംഗ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി പാർക്കിംഗ് കാണാൻ പറ്റും. വഴിയിൽ നീണ്ടി നിർത്താം. അതുപോലെ അലൗഡായിട്ട് പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായി കെട്ടി അലങ്കരിച്ച വേലികളും സ്റ്റെപ്പായിട്ട് ഇറങ്ങി നമ്മൾ കടലിലേക്ക് പോകണം. പൊതുവെ ആളുകളൊക്കെ കുറവാട്ടോ ഇവിടെ. ടൂറിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നേറ്റീവേഴ്സായിട്ടോ ആളുകൾ കുറവാണ്. ഇത്തരത്തിലുള്ളൊരു ബീച്ചൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ആൾക്കാരായിരിക്കും. കുറേ കപ്പലണ്ടി വിൽപ്പനക്കാരും പിന്നെ കുറേ കളിപ്പാട്ടക്കാരും അങ്ങനെയൊക്കെ ഉണ്ടോ. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ബീച്ചാണ്. കിലോമീറ്ററുകളോളം. നല്ല നീറ്റ് ആൻഡ് ടൈഡി കേട്ടോ. യാതൊരു അഴുക്കോ ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അത്ര സുന്ദരമായിട്ടാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് രാവിലെ വന്ന സമയത്തിന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം 10 മണി ആയതേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇന്നലെ വീക്കെൻഡ് അല്ലായിരുന്നോ. അപ്പോൾ ക്ഷീണമൊക്കെ തീർത്ത് ആളുകളൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ആളുകൾ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒത്തിരിയേറെ കെട്ടുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കുക ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡുണ്ടോ, ഈ ഭാഗം, ആ ഭാഗത്തെല്ലാം ഡോഗ്സിന് അലൗഡാണ്. പിന്നെ നേരെ മറിച്ചിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നോ ഡോഗ്സ്. അപ്പോൾ ഡോഗ് ഫ്രീ ഏരിയ ആണ് ഇത് കാണുന്നതല്ല. ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം കേട്ടോ. ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ വെള്ളത്തിലേക്ക്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടലിലോട്ട് ഇറങ്ങാൻ പോകാം കേട്ടോ. മേളിൽ നിന്ന് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഇതിപ്പോൾ നല്ല സേഫ് ഏരിയ കേട്ടോ. സേഫ് എന്ന് പറഞ്ഞാൽ ഡോഗ് എക്സ്ക്ലൂഷൻ ഏരിയ ആണ്. ആളുകളൊക്കെ വരുന്ന തുടങ്ങുന്നേ ഉള്ളൂ. ഇതിങ്ങനെ പാട്ടായിട്ട് തിരിച്ചിരിക്കുക കേട്ടോ. ഓരോ പാട്ടിലും അങ്ങനെ ഒരു ഫാമിലികൾ, അങ്ങനത്തെ ടീമുകൾ, അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് കമ്പിടിച്ചിരിക്കുക. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ ഭയങ്കര എന്താ പറയുക, അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു സീ പ്ലെയിൻ വരുന്നുണ്ടോ? സീ പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ടോ? സീ പ്ലെയിൻ വരുന്നത്
അത് സീപ്ലെയിൻ. എത്ര ഭംഗിയുള്ള കടലാന്ന് നോക്കി. തിരമാലകളിങ്ങനെ ഒന്നൊന്നായിട്ട് വരും കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബീച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ ബീച്ചുകൾക്ക് പറയേണ്ട 1-2 പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഭയങ്കര ക്ലീനാണ് കേട്ടോ, സാമാന്യം ഒന്നും പറയാനില്ല. പിന്നെ മറ്റൊന്ന് ഭയങ്കര തണുപ്പാണ്. ഈ വെള്ളത്തിനുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. നമ്മളിപ്പോൾ കാലൊക്കെ എത്തിക്കുമ്പോൾ കാലൊക്കെ നമ്മളെ മരയ്ക്കുന്നു. കാല് നമുക്ക് ഒത്തിരി വെള്ളോട്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. പിന്നെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ സ്പീഡ് ബോട്ടുകളും വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരത്തെയാണ് ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ അവിടുത്തെ ബീച്ച്. ആകെ ഒരു സംശയം, ഇവരെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഈ തടികൾ വെച്ചിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കുറേ പാട്ടുകളായിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് നടന്നു പോയി നോക്കാം എന്താണെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മളൊരു മണിക്കൂറുകളൊന്നും നടന്നു കഴിഞ്ഞാൽ തീരത്തില്ല, അതുപോലെ ദൂരത്തിലാണ് കേട്ടോ ഈ ബീച്ച്. അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടോ, എന്താ ഇതിൻ്റെ പർപ്പസ് എന്ന് നമുക്കറിയില്ല. ഉണ്ടോ, തടി കൊണ്ടല്ല, ഒരു കോൺക്രീറ്റ് ബാറുകൾ കൊണ്ട് ഉണ്ടോ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ട് കേട്ടോ, ഓരോ പാട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നു. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടുത്തെ യുകെയിലെ ആൾക്കാരുടെ ഒരു പ്രധാന വിനോദം കേട്ടോ. നമ്മളീ വെള്ളത്തിന് ആണി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അകത്ത് മറ്റേ മൺവെട്ടി ഒക്കെ ആയിട്ട് കുഴി ഉണ്ടാക്കുന്നു. അപ്പം തന്നെ അടുത്ത് തിരമാല വന്നു കഴിഞ്ഞാൽ അത് മൂടിപ്പോകും. അത് എന്താണ് അതിൽ അവരുടെ എൻജോയ്മെൻറ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഇവർ ഇതിൻ്റെ സൈഡൊക്കെ എത്ര സെക്യൂറായിട്ടാണ് പണിതിരിക്കുന്നത് അറിയാം. ഇതൊക്കെ ഉണ്ട് ഇരുമ്പ് പാളികളാണ് കേട്ടോ. എത്ര ശക്തമായ തിര വന്നാലും പോകത്തില്ല. ഒരു വാക്കിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്താ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ കാറ്റൊക്കെ ഏറ്റ് നടക്കാൻ വേണ്ടി ഉണ്ടോ അത്ര എനിക്കൊന്ന് ഈ തിരമാല ഈ കടലിൻ്റെ ഏരിയയുടെ അത്ര തന്നെ വാക്കിങ്ങിനുള്ള സ്പേസും സെപ്പറേറ്റ് ആയിട്ട് അവർ പണിത് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ നിന്ന് നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ കാലും കൈയൊക്കെ കഴുകാനുള്ള ഒരു സംവിധാനം കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ശുദ്ധമായ